ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിക്രമിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വന്ദനയാണ്. അതേസമയം ചന്ദ്രിക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? കുറേ നേരമായല്ലോ നീ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നതെന്ന് ചന്ദ്രിക ചോദിക്കുമ്പോൾ വസന്ത പറയുകയാണ്, അവളുടെ അസുഖം എന്താണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. അവൾക്ക് കുശുമ്പാണ്. അവളുടെ കൂടപ്പിറപ്പിന് നല്ലൊരു ജീവിതം കിട്ടിയതിൻ്റെ കുശുമ്പ്. ഇത് കേൾക്കുന്ന ചന്ദ്രിക ദേഷ്യത്തോടെ വസന്തയോട് നിർത്തടി എന്ന് പറയുകയാണ്. തുടർന്ന് വന്ദന പറയുകയാണ്, അമ്മ എന്നോട് ക്ഷമിക്കണം. വിക്രമും വർഷയുമായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് ഞാൻ ഒരു വട്ടമെങ്കിലും ഇന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. ഇത് കേൾക്കുന്ന വസന്ത ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കരുണാകരനെയാണ്. ഹൽദി ഫംഗ്ഷന്റെ ഇടയ്ക്ക് ദിയമോളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് ഉറപ്പാണെന്നും അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് കുറിപ്പ് പറയുന്നു. തുടർന്ന് ജിതേന്ദ്രൻ പുറത്തേക്ക് വരികയാണ്. അച്ഛാ, പത്രത്തിൽ കണ്ടില്ലേ, കുറെ തട്ടിക്കൊണ്ടുപോകലുകാർ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഇവന്മാരെയൊക്കെ തൂക്കിക്കൊല്ലണം. ഇത് കേൾക്കുന്ന കുറിപ്പ് ഞെട്ടലോടെ ജിതേന്ദ്രനെ നോക്കിയിട്ട് ജിതേന്ദ്രന്റെ കയ്യിൽ നിന്നും പത്രം വാങ്ങി ചുരുട്ടി ദൂരെ എറിഞ്ഞ് വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റുകയാണ്. പിന്നീട് കാണിക്കുന്നത് വന്ദനയാണ്. വർഷയ്ക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളവളാ ഞാൻ. അതിനുവേണ്ടി എന്തോരം വഴിപാടുകളും നേർച്ചകളും ഞാൻ നേർന്നിട്ടും ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമത്തോടെ വന്ദന ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദിയമോള് വരികയാണ്. എന്താ വന്ദനാമേ, ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതാണോ വന്ദനാമയ്ക്ക് സങ്കടം? എങ്കിൽ ഞാൻ രാഖി ആൻറ്റിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാം. എത്ര ജോലി വേണമെങ്കിലും ഞാൻ അവിടെ ചെയ്തോളാം. വന്ദനാമ ചിരിച്ചു മാത്രം എനിക്ക് കണ്ടാൽ മതിയെന്ന് ദിയമോള് പറയുമ്പോൾ ദിയമോളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വന്ദന. ദിയമോളെ, മോളെ ഇവിടെയുള്ളവർക്കെല്ലാം എന്തോരം ഇഷ്ടമാണെന്ന് മോൾക്കറിയാലോ. അതേപോലെ തന്നെയാ വന്ദനാമയ്ക്കും. ഇവിടെ ആർക്കും മോളെ ഇഷ്ടമല്ലെന്ന് കരുതി മോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയേക്കരുത്. ഇല്ല വന്ദനാമേ, ദിയമോളിനി ഒളിച്ചോടി പോകില്ലെന്ന് ദിയ പറയുന്നു. ജഗനങ്കിള് പാവമാ വന്ദനാമേ, ജഗനങ്കിളിനെ പിണക്കിയത് ഒട്ടും ശരിയായ കാര്യമല്ലെന്നും ദിയമോള് പറയുമ്പോൾ അമ്മ പിണക്കിയതല്ലെന്നും ദിയമോള് വലുതാകുമ്പോൾ അമ്മ എല്ലാം പറഞ്ഞു തരാമെന്നും വന്ദന പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വന്ദനാമ സത്യം പറയുമോ? വന്ദനാമയ്ക്ക് ജഗനങ്കിളിനെ ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നുമില്ല മോളെ, എൻ്റെ മോളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ധാരാളം യാത്ര ചെയ്തതൊക്കെയല്ലേ. മോള് ക്ഷീണം മാറുന്നവരെ ഒന്ന് കിടന്നുറങ്ങാൻ പറഞ്ഞ് ദിയമോളെ കിടത്തുകയാണ് വന്ദന. പിന്നീട് കാണിക്കുന്നത് വന്ദന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അതേസമയം മുത്തശ്ശിയും ചന്ദ്രികയും വിക്രമിനെ പറ്റി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേ, ഇനി എനിക്കൊരു സങ്കടം മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ വന്ദന മോള് വിഷമിക്കാതെ. ദൈവം ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുള്ളത് വന്ദന മോളെയാണെങ്കിൽ ഏറ്റവും നല്ല ഒരാളെ തന്നെ ഭഗവാൻ വന്ദന മോൾക്ക് കൊടുക്കുകയും ചെയ്യും. തുടർന്ന് വന്ദന പുറത്തേക്കിറങ്ങി മനസ്സിൽ പറയുകയാണ്, ഇവരോടൊക്കെ വിക്രമിൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എന്താണെങ്കിലും ഇത് ആരോടും പറയാതിരുന്നാൽ ശരിയാകില്ല. അതുകൊണ്ട് മനോജിനോടോ അല്ലെങ്കിൽ പ്രകാശ് ഏട്ടനോടോ എന്താണെങ്കിലും പറയാമെന്ന് പറഞ്ഞ് വന്ദന അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും സിഗരറ്റ് വലിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും സിഗരറ്റ് വലിക്കുന്ന സ്ഥലം ഇതാണല്ലേ എന്ന് വന്ദന മനസ്സിൽ പറയുന്നു. അതേസമയം വിക്രമിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി സ്ഥലവും വാങ്ങി വീടും വയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് പ്രകാശൻ. എനിക്കും വിക്രമിനെ കൊണ്ട് സഹായം വാങ്ങിച്ചിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാനെന്ന് മനോജും പറയുമ്പോൾ ഇവരൊന്നും ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് വന്ദന അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് വന്ദന പറയുകയാണ്, ആ വിക്രം ഒരു ചെകുത്താനാണ്. പക്ഷേ ആ ചെകുത്താനെ ഇവിടെയുള്ളവരൊക്കെ എങ്ങനെ തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.